അടുത്ത ടോപ്പിക് ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ 3 ഡയമെൻഷണൽ വ്യൂ, അതായത് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഇത് 3 ഡയമെൻഷനുള്ള ഒരു ഫിഗറാണ് നമ്മൾ വരയ്ക്കുന്നത്. എല്ലാ ഒബ്ജക്റ്റിൻ്റെയും നമുക്ക് അതുപോലെ വരയ്ക്കാം. ഇതുവരെ നമ്മൾ വരച്ചതെന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, അതായത് ഏത് വ്യൂ ആണെങ്കിലും അതിലൊരു 2 ഡയമെൻഷനാണ് വരുള്ളൂ. ഒന്നില്ലെങ്കിൽ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് വരും, അല്ലെങ്കിൽ ലെങ്ത് ആൻഡ് ഹൈറ്റ് വരും. ഇങ്ങനെ ഏതെങ്കിലും 2 ഡയമെൻഷനുള്ള ഫിഗേഴ്സാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ഒക്കെ ആയിട്ട് വരച്ചത്. ഈ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ 3 ഡയമെൻഷൻസും ഒറ്റ ഫിഗറിൽ തന്നെ വരും. 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ്, 3 ഡയമെൻഷണൽ ഫിഗർ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ബേസിക്കായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഫിഗർ എന്ന് വെച്ചാൽ ഈ കൊടുത്തിരിക്കുന്ന ഫിഗറാണ് ഐസോമെട്രിക് ക്യൂബ് എന്ന് പറയുന്നത്. ഐസോമെട്രിക് ക്യൂബ്, അതായത് ഇത് നമ്മൾ സാധാരണ ഒരു ക്യൂബിന്റെ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണ്. ക്യൂബിന്റെ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ഇത് നമ്മൾ വരച്ചിട്ടുണ്ട്. നമ്മൾ സോളിഡ്സിന്റെ പ്രൊജക്ഷനിൽ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ക്യൂബിന്റെ ബോഡി ഡയഗണൽ പെർപെൻഡിക്കുലർ ടു വി പി, ബോഡി ഡയഗണൽ പെർപെൻഡിക്കുലർ ടു വി പി അയക്കുന്ന കണ്ടീഷനിലുള്ള ഫ്രണ്ട് വ്യൂ ആണിത്. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ സപ്പോസ് ഇത് ക്യൂബാണെങ്കിൽ, ഇതൊരു ക്യൂബാണെങ്കിൽ ഇതിപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനും ഇത് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ, ഇങ്ങനെ ഇരിക്കുന്ന ക്യൂബിനെ നമുക്ക് ഫ്രണ്ട് വ്യൂ ഇവിടെ നിന്നാണ് നോക്കുന്നത്. ഫ്രണ്ട് വ്യൂ ഇവിടെ നോക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ, ഇത് ടോപ്പ് വ്യൂ. ഇത് നമ്മൾ ടിൽറ്റ് ചെയ്യും കുറച്ച് ഇതുപോലെ. അതായത് ബോഡി ഡയഗണൽ എന്ന് വെച്ചാൽ ഇത് ഒരു കോർണർ, അതിന്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് കോർണർ ഇത്. അപ്പോൾ ഈ കോർണേഴ്സ് ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ പെർപെൻഡിക്കുലർ ടു വെർട്ടിക്കൽ പ്ലെയിൻ. ഇത് വെർട്ടിക്കൽ പ്ലെയിൻ ആണെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനെ പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുന്ന ഈ കണ്ടീഷനിൽ ഉള്ള ഫ്രണ്ട് വ്യൂ, അതായത് ബോഡി ഡയഗണൽ ഇതാണ്. ബോഡി ഡയഗണൽ പെർപെൻഡിക്കുലർ ടു വി പി ആയിരിക്കുന്ന കണ്ടീഷനിൽ വെക്കുന്ന ഒരു ക്യൂബിന്റെ ഫ്രണ്ട് വ്യൂ. ആ ഫ്രണ്ട് വ്യൂ ആണ് ആ ക്യൂബിന്റെ 3 ഡയമെൻഷണൽ ഫിഗർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫിഗർ നമ്മൾ വരച്ചിട്ടുണ്ട് സോളിഡ്സിന്റെ പ്രോബ്ലത്തിൽ. ഇതുപോലൊരു ഫിഗർ വരച്ചിട്ടുണ്ട്. ആ ഫിഗർ തന്നെയാണ് ഞാൻ ഇവിടെ എടുത്ത് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടീഷനിലുള്ള ഫ്രണ്ട് വ്യൂ, ഇങ്ങനെ ഇരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ, ടിൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ഇവിടെ നിന്ന് നോക്കുന്ന വ്യൂ ആണ് ഇത് വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് 3D വ്യൂ കിട്ടാൻ വേണ്ടി നമ്മളിത് പതുക്കൽ ടിൽറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നു. എന്നിട്ട് ഇതിന്റെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ അതാണ് 3D ആയിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മളിത് സെയിം ഫിഗർ നമ്മൾ വരച്ചതാണ്. ആ വരച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ക്യൂബിന്റെ എല്ലാ എഡ്ജസും ഇതിൽ കാണാൻ പറ്റും. ഇനി ഇവിടെ നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്, ബേസ് ലൈൻ. ഈ ബേസ് ലൈനും ഇതുമായിട്ട് ഉള്ള ഇൻക്ലിനേഷൻ 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി. അതുപോലെ ഈ സൈഡിലും 30 ഡിഗ്രി. ഇത് 30 ഡിഗ്രി. അതുപോലെ ഇവിടെ ഉള്ള 2 എഡ്ജസ് ഉണ്ടല്ലോ, ഡാർക്ക് എഡ്ജസ്. ഇത് രണ്ടിലും ഇത് ഉള്ള ആംഗിൾ, ഇൻ ബിറ്റ്വീൻ ആംഗിൾ 120 ഡിഗ്രിയാണ്. ഇത് 120 ഡിഗ്രി. അതുപോലെ ഇതും 120 ഡിഗ്രി. ഈ 3 എഡ്ജസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എല്ലാം 120 ഡിഗ്രിയാണ്. പിന്നെ ഇത് നമുക്ക് വരച്ച് കിട്ടുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ബോഡി ഡയഗണൽ പെർപെൻഡിക്കുലർ ടു വി പി ആയിട്ട് വെക്കുന്ന കണ്ടീഷനിൽ ഉള്ള ക്യൂബിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇതിൽ വരച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഡയമെൻഷൻസ് എല്ലാം, അതായത് ഈ എഡ്ജിന്റെ ഡയമെൻഷൻസ്, ഏത് എഡ്ജ് എടുത്താലും ഒറിജിനൽ ഡയമെൻഷനേക്കാളും റെഡ്യൂസ് ലെങ്ത് ആണ് ഇത് വരുന്നത്. കാരണം ക്യൂബ് ഇങ്ങനെ ചരിഞ്ഞായിരിക്കുന്നത്. ഏത് എഡ്ജ് എടുത്താലും വി പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന എഡ്ജസ് എല്ലാം റെഡ്യൂസ്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 3D വരയ്ക്കുമ്പോൾ ബേസിക്കലി ഓർത്ത് വയ്ക്കുക, 3D വരയ്ക്കുമ്പോൾ റിയൽ എഡ്ജസിന്റെ ലെങ്ത് ആയിരിക്കില്ല ഇതിൽ വരുന്നത്. ഓക്കെ, ഇനി അതെങ്ങനെ വരുന്നു, അത് എത്രത്തോളം റെഡ്യൂസ് ചെയ്ത് വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും ഓർക്കാം, ഇതൊരു ക്യൂബിന്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ്, അല്ലെങ്കിൽ ക്യൂബിന്റെ 3D വ്യൂ ആണ്. ഇത് വരുന്നത് ആ ക്യൂബിന്റെ ബോഡി ഡയഗണൽ പെർപെൻഡിക്കുലർ ടു വി പി ആക്കി വെച്ച് കഴിയുമ്പോൾ അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് വരുന്നത്. ആ ഫ്രണ്ട് വ്യൂ വരച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഓരോ എഡ്ജിന്റെ ഡയമെൻഷൻസും റെഡ്യൂസ്ഡ് ആയിരിക്കും. അതുപോലെ ഇവിടെ ഈ ഒരു ലൈൻ, ഇതിനെ നമുക്ക് ബേസ് ലൈൻ എന്ന് പറയാം. ഈ ലൈൻ ബേസ് ലൈൻ.
ഇത് ബേസ് ലൈനാണ്. ഈ ബേസ് ലൈനും ഈ ഇതുപോലത്തെ ചരിഞ്ഞ എഡ്ജസ് കാണിക്കുന്നുണ്ട്, അതെല്ലാം മേക്ക് ചെയ്യുന്നത് 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ആണ്. അപ്പോൾ ഇതിന്റെ അകത്ത് വരുന്ന എഡ്ജസ് മേക്ക് ചെയ്യുന്നത് 120 ഡിഗ്രി ഇൻക്ലിനേഷൻ ആണ്. ഏത് എഡ്ജ്, വെർട്ടിക്കൽ എഡ്ജ് എടുത്താലും ഹൊറിസോണ്ടൽ എഡ്ജസ് എടുത്താലും എല്ലാം റെഡ്യൂസ്ഡ് ഡയമെൻഷൻസ് ആയിരിക്കും. ഇനി ഈ ഐസോമെട്രിക് ക്യൂബിന്റെ ടോപ്പ് സർഫസ്, അതായത് ഈ സർഫസ് ഞാൻ നെയിം ചെയ്യാൻ പോണത് എ ബി സി ഡി. ഈ ടോപ്പ് സർഫസ് ഞാൻ നെയിം ചെയ്തു എ ബി സി ഡി. ഇനി ഇത് ഞാൻ രണ്ടാമത് വേറെയും ടോപ്പ് സർഫസ് എ ബി സി ഡി മാത്രം എടുത്ത് മാറ്റി വരയ്ക്കാൻ പോവാണ്. അതാണിത്, മാറ്റി വരച്ചു. ഇത് എ ബി സി ഡി, അതായത് ഇതിന്റെ ടോപ്പ് സർഫസ് മാത്രം ഞാൻ മാറ്റി വരച്ചു എ ബി സി ഡി. അപ്പൊ ഇതിന്റെ ഇൻക്ലിനേഷൻ അറിയാലോ, ഇത് എത്രയാ? ഇങ്ങനെ വരുന്ന ഇൻക്ലിനേഷൻ എല്ലാം ചരിഞ്ഞതെല്ലാം 30 ഡിഗ്രി, ചരിഞ്ഞ ലൈൻസ് എല്ലാം 30 ഡിഗ്രി ആയിരിക്കും വരുന്നത്. അപ്പൊ ഇത് 30 ഡിഗ്രി ആണ് വരുന്നത്. ഇത് ഇൻക്ലിനേഷൻ, ഇവിടെയും 30 ഡിഗ്രിയാണ് ഇൻക്ലിനേഷൻ, ഇതും 30 ഡിഗ്രി ഇൻക്ലിനേഷൻ. ഓക്കെ, ഇനി അപ്പൊ ഇത് എത്രയായിരിക്കും? ഓക്കെ, ഇനി ശരിക്കുള്ള ക്യൂബ്, ഇങ്ങനെ ഇരിക്കുന്ന ക്യൂബിന്റെ ടോപ്പ് വ്യൂ എന്താണ്? ഇത് ഇപ്പൊ നമ്മൾ വരച്ച ഐസോമെട്രിക് ക്യൂബിന്റെ മുകളിൽ വരുന്ന ടോപ്പിൽ വരുന്ന സർഫസ് ആണ് വരച്ചിരിക്കുന്നത്. ഇനി ശരിക്കുള്ള ക്യൂബിന്റെ ടോപ്പ് വ്യൂ എന്താണ്? ഇങ്ങനെ ഇരിക്കുന്ന ക്യൂബിന്റെ ടോപ്പ് വ്യൂ എന്താ വരുന്നത്? ഒരു സ്ക്വയർ. ഇനി ആ സ്ക്വയർ ഞാൻ ഇവിടെ വരയ്ക്കുക. ആ സ്ക്വയർ ഇവിടെ നിന്ന് തന്നെ വരയ്ക്കുകയാണ്. ഇതൊരു സ്ക്വയറായി. ഓക്കെ, സ്ക്വയർ വരച്ചു. അതായത് ആദ്യം വരച്ചിരിക്കുന്നത് ഐസോമെട്രിക് ക്യൂബിന്റെ ടോപ്പ് സർഫസ്. ഇത് റിയൽ ക്യൂബിന്റെ ടോപ്പിൽ വരുന്ന സർഫസ് ആണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഇൻക്ലിനേഷൻ എത്രയാണ്? അതായത് ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന DC1ഉം DC1ഉം ഈ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാ? 45 ഡിഗ്രി അല്ലേ? കാരണം ഇത് ക്യൂബ് ആണെങ്കിൽ ഈ ക്യൂബിന്റെ ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രി. അപ്പൊ ഇതിന്റെ ഹാഫ് വരുന്നത് 45 ഡിഗ്രി. ഇത് 90 ഡിഗ്രി, ഹാഫ് വരുന്നത് 45 ഡിഗ്രി. അതാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് ഈ ഇൻക്ലിനേഷൻ എത്രയാണ്? അത് നേരത്തെ ഞാൻ പറഞ്ഞു, എല്ലാ ചരിഞ്ഞു വരുന്നതെല്ലാം 30 ഡിഗ്രിയാണ്. അപ്പോൾ ഐസോമെട്രിക് ക്യൂബിന്റെ ടോപ്പ് സർഫസിൽ 30, മറ്റേത് 45 ഡിഗ്രി. ഇനി നമ്മൾ ഈ DCC1 എന്നുള്ള ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കാൻ പോവുക. വീണ്ടും ട്രയാങ്കിൾ DCC1 എന്നുള്ളത് വരയ്ക്കാൻ പോവുക. DCC1 ഏതാണ് ഇവിടെ താഴെ വരച്ചിരിക്കുന്നത്? ഇത് DC1, ഇത് C, DCC1. അപ്പൊ ഈ ഇൻക്ലിനേഷൻ എത്രയായിരിക്കും? ഇത് എത്രയായിരിക്കും നോക്കിയിട്ട് പറഞ്ഞു. ഈ ഇൻക്ലിനേഷൻ എന്ന് വെച്ചാൽ DC1C, ഈ ഇൻക്ലിനേഷൻ എത്രയായിരിക്കും കിട്ടുന്നത്? ഈ ഇൻക്ലിനേഷൻ ഇത് സ്ക്വയറിന്റെ ഹാഫ് ആംഗിൾ ആണ്. അപ്പൊ ഇത് 45 ഡിഗ്രി. DC1C എന്ന് വെച്ചാൽ 45 ഡിഗ്രി. ഇനി ഇത് എത്രയായിരിക്കും? C1DC, ഈ ഇൻക്ലിനേഷൻ എത്രയായിരിക്കും? C1DC ഇത് എത്രയായിരിക്കും? അതായത് ഈ ഇൻക്ലിനേഷൻ ഇത് എത്രയായിരിക്കും? ഇത് ടോട്ടൽ 45, ഇത് 30. അപ്പൊ ഇത് 45 മൈനസ് 30 ആണ് ഇൻക്ലിനേഷൻ. അത് എത്രയാണ്? 15 ഡിഗ്രി. ഇത് അപ്പൊ 15 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ DCC1 എന്നുള്ള ട്രയാങ്കിൾ നമ്മൾ തിരിച്ചെടുത്ത് വരച്ചു. ഇത് പുറത്ത് വരച്ചിരുന്ന സ്ക്വയർ ശരിക്കുള്ള ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ സ്ക്വയർ ആയിരിക്കും, റെഗുലർ സ്ക്വയർ. ഇത് ഐസോമെട്രിക് ക്യൂബിന്റെ ടോപ്പിൽ വരുന്ന സർഫസ്. ഇനി ഈ വരച്ചിരിക്കുന്ന ഈ ട്രയാങ്കിളാണ് നമ്മൾ ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറയുന്നത്. ഐസോമെട്രിക് സ്കെയിൽ, അതായത് ഇത് ഈ DC1 എന്ന് വെച്ചാൽ ഇത് ട്രൂ ലെങ്ത് ആയിരിക്കും, ട്രൂ ലെങ്ത്.
ഇനി ഡി സി എന്നുള്ളത് ഐസോമെട്രിക് ലെങ്ത് ആയിരിക്കും. ഐസോമെട്രിക് ലെങ്ത് ഡി സി ട്രൂ ലെങ്ത്, ഡി സി വൺ ട്രൂ ലെങ്ത്, ഡി സി എന്നുള്ള ഐസോമെട്രിക് അല്ലെങ്കിൽ റെഡ്യൂസ് ലെങ്ത്. അപ്പൊ ശരിക്കും നമ്മൾ ഇത് ഡയമെൻഷൻ മാർക്ക് ചെയ്ത് നോക്കിയാൽ സപ്പോസ് ഇത് 60 mm ആണെങ്കിൽ ഇത് മെഷർ ചെയ്ത് നോക്കിയാൽ ഇത് 49.2 ആയിരിക്കും. ഇതിന്റെ ഒരു റിഡക്ഷൻ ഇതിലുണ്ടാവും. അതായത് ഡി സി വൺ ഡി സി ഡിവൈഡ് ബൈ ഡി സി വൺ, ഡി സി ഡിവൈഡ് ബൈ ഡി സി വൺ എന്ന് വെച്ചാൽ അത് 82% റിഡക്ഷൻ ആയിരിക്കും. 82% ആയിരിക്കും ഇത് ഡി സി ഡിവൈഡ് ബൈ ഡി സി വൺ. അതായത് ട്രൂ ലെങ്ത് എന്നുള്ളതിന്റെ 82% റെഡ്യൂസ്ഡ് ആണ് ഐസോമെട്രിക് ലെങ്ത്. അപ്പൊ ഇത് ഓർത്തിരിക്കുക, ഐസോമെട്രിക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത്തിന്റെ 82% റെഡ്യൂസ്ഡ് ആണ്. ഇത് കിട്ടണമെങ്കിൽ ഇത് മെഷർ ചെയ്ത് നോക്കി അറിയാം. ഇത് സപ്പോസ് ഇതൊരു 60 mm ആണെങ്കിൽ ഇത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 49.2 ആയിരിക്കും. അതായത് ഇതിന്റെ 82% റെഡ്യൂസ്ഡ് ലെങ്ത് ആയിരിക്കും ഈ വരുന്നത്. അപ്പൊ ഇതാണ് ബേസിക് വരുന്നത്. ഞാൻ പറഞ്ഞു ഈ ക്യൂബിന്റെ എല്ലാ ഡയമെൻഷൻസും റെഡ്യൂസ്ഡ് ലെങ്ത് ആണ്. ആ റെഡ്യൂസ്ഡ് എന്ന് വെച്ചാൽ 82% റെഡ്യൂസ്ഡ് ആണ്. അപ്പൊ അത് വരുന്ന റീസൺ ആണ് ഈ പറഞ്ഞ 82% റെഡ്യൂസ്. കാരണം ക്യൂബിന്റെ ഏത് കോർണർ എടുത്താലും ക്യൂബ് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ, ചരിഞ്ഞിരിക്കുവാണെങ്കിൽ ഏത് എഡ്ജ് എടുത്താലും റെഡ്യൂസ്ഡ് ആയിരിക്കും. അത് 82% റെഡ്യൂസ്ഡ് ആണ്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് അറിയേണ്ടത്. ഐസോമെട്രിക് പ്രൊജക്ഷനിൽ എല്ലാ ഡയമെൻഷൻസും 82% റെഡ്യൂസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ഐസോമെട്രിക് സ്കെയിൽ.